ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പുളിഞ്ചാർ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഈസിയാണേ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കൂടി വേണം. അപ്പോൾ ഇതിന് വേണ്ടി സവാള, പച്ചമുളക് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞത് മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി. പുളി വെള്ളത്തിലിട്ട് വെക്കുക. ഇത് ചെയ്യണം തൊട്ട് മുമ്പ് ഇട്ട് വെച്ചാലും മതി പുളി കേട്ടോ, നേരത്തെ ഇട്ട് വെക്കണമെന്നൊന്നുമില്ല. ഇനി ഈ സവാളയുടെ പൊക്കത്ത് 4 ടീസ്പൂൺ കായപ്പൊടിയും 7 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യണേ, അപ്പോഴേ അതിൻ്റെ ഒരു ഗുമ്മെന്ന് കിട്ടുള്ളൂ. സ്പൂണൊക്കെ വെച്ച് ചെയ്യണത് ഒരു അല്പം ഇതല്ലേ, അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പിന്നെയും കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി കുറച്ച് പുളിവെള്ളം ഇതിലോട്ടിട്ട് സർപ്രൈസ് ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പടം പൊടിച്ചതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് ഇതിൻ്റെ പൊക്കത്തെ വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി. നമ്മുടെ പ്ലേറ്റിൻ്റെ ചോറ് എത്ര പെട്ടെന്ന് കാലാവണമെന്ന് പറയാൻ പറ്റൂല. ചേട്ടൻ്റെ മോനാണ് ടേസ്റ്റ് ചെയ്യണേ, അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ടേസ്റ്റൊക്കെ ചെയ്ത് പറയാറ്. ഇന്ന് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളാണെങ്കിൽ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യണത് എൻ്റെ അടുത്ത് ചോദിക്കണേന്. അവളും ടേസ്റ്റ് ചെയ്ത് അവൾക്കും അടിപൊളിയായി.